അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നുണ്ട്. ഇത്രയും നേരം വിളിച്ച് പറയണ വണ്ടി വന്നില്ല. ഇപ്പം ഞാൻ വ്ളോഗിൽ വോയിസ് ഓവർ കൊടുക്കാൻ നേരത്തതാ വിളിച്ച് പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമ്മുടെ വ്ളോഗ് വഴി അറിയിക്കുക. പിന്നെന്താ അങ്ങനെ പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ മഴയുണ്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ? ഇവിടെ എന്തായാലും നല്ല മഴയൊക്കെ ഉണ്ട് കേട്ടോ. രാവിലെ ഇതാ നമ്മൾ ചായപ്പരിപാടിക്ക് നിന്നതാണ്. ഇന്നലത്തെ മിന്നാന്നത്തേക്ക് വ്ളോഗ് കാണാത്തവർ ഒരുപാട് പേരുണ്ട് തോന്നുന്നു. കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ വേഗം എൻ്റെ പണികളൊക്കെ തീർക്കണം. ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ വേഗം റെഡിയാക്കിയിട്ട് അവർക്കുള്ള കാര്യങ്ങളൊക്കെ വേഗം സെറ്റ് ചെയ്യണം. ചായ ആയിട്ടുണ്ട്. ഇനി ഞാൻ പോയി ചായ എല്ലാം കുടിച്ചിട്ട് വരാം. നിങ്ങളൊക്കെ ചായ കുടിച്ചോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. ഉച്ചയ്ക്കാണല്ലോ അല്ലേ ഇത് വരിക, ചോറ് കഴിച്ചോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. ജിനി പാടി നോക്ക്, കേട്ടിട്ട് കമൻറ്റ് പറയാം. ആഹാ അടിപൊളി. എൻ്റെ ചാനൽ നിർത്തി ഞാൻ പോണോ? ഇക്ക പറഞ്ഞേക്കുന്നത് എന്താണെന്നറിയോ? നീ പാടിയ ചാനൽ അവിടെ നിർത്തും. മറ്റേ പൃഥ്വിരാജും ജയസൂര്യയും പിന്നെ നമ്മുടെ പൃഥ്വിരാജിൻ്റെ ബ്രദറുള്ള ഫിലിമില്ലേ, അതിൽ പാടരുത് ആ ഒരു ഡയലോഗാട്ടോ എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ അത്യാവശ്യം സിനിമ കാണുന്ന ആളാണ്. പിന്നെ അതുകൊണ്ട് തന്നെ എന്ത് ഡയലോഗും എനിക്ക് പെട്ടെന്ന് സിനിമ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു സിനിമയത്തെ ഡയലോഗായിട്ട് റിലേറ്റ് ചെയ്യാൻ എപ്പോഴും പറ്റാറുണ്ട്. അങ്ങനെ ഞാനും എൻ്റെ മോനും ഭയങ്കര ചർച്ചയിലാണ്. അവൻ്റെ ഫെൻസിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ സംഭവം. അങ്ങനെ നമ്മൾ വേഗം പോയിട്ട് അരി എടുക്കുകയാണ്. കുക്കറിലാണ് ഞാൻ ചോറ് വെക്കാറുള്ളത്. കുറേ പേര് പറഞ്ഞു നല്ലതല്ല, കുറേ പേര് പറഞ്ഞു അതിനെന്താ കുഴപ്പം, അതൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ചിട്ടല്ലേ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് കാലമായിട്ട് ഇപ്പോൾ ഇങ്ങനെയാണ് ചോറ് വെക്കാറുള്ളത്. ഞങ്ങളുടെ പൊന്നിയരി ചോറ് സാധാരണ പോലെ വെക്കുകയാണെങ്കിൽ 35 to 45 മിനിറ്റാണ് വേവിക്കാൻ എടുക്കുക സമയം. ഇതാവുമ്പോൾ ജസ്റ്റ് 2 വിസിലടുപ്പിച്ച് കഴിഞ്ഞാൽ ചോറായി കേട്ടോ. 10-20 മിനിറ്റ് മതി. അത്രയും ഗ്യാസ് നമുക്ക് ലാഭമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ജിനി ഞാനും താജ്മഹൽ പൗഡർ വാങ്ങിയിട്ടോ. ജിനിയുടെ ചായ കണ്ടിട്ട് സൂപ്പറാണെന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. വെറും 1/4 കിലോ സോയ മേടിക്കാൻ പറഞ്ഞു വിട്ട് അവനുണ്ട് 1/2 കിലോ വാങ്ങിച്ചിട്ട് വന്നേക്കുന്നത്. ഇത് ഇനി എപ്പോൾ തീരാനാന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ സോയ ഒരുപാട് ഉണ്ടാക്കുന്ന ആളൊന്നുമല്ല. വല്ലപ്പോഴും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്ക് ആക്കുമ്പോൾ ഒരു ചേഞ്ചിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇത് തീരണവരെ ഉണ്ടാക്കട്ടെ, അല്ലാണ്ട് എന്ത് ചെയ്യും. പക്ഷെ ഇന്നത്തെ റെസിപ്പി അത്രയ്ക്ക് അങ്ങോട്ട് സൂപ്പർ ആയില്ല. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ സോയ ഉണ്ടാക്കുന്നത്. ഞാനിവിടെ വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കുന്നുണ്ട്. കഴുകിയിട്ട് ഒന്ന് തിളപ്പിച്ച് വെക്കണതാണ് നല്ലത്. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ തക്കാളിയും ഉള്ളിയും എല്ലാം ഒന്ന് ഞാനിവിടെ റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇനി കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിത് വെച്ചിട്ട് ഒരു മസാല പോലെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് വേഗം കട്ട് ചെയ്യട്ടെ. പിന്നെ നല്ല ടോപ്പുകൾ സൂപ്പർ ഡ്രസ്സ് നാട്ടിൽ വരുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അസ്സലാമു അലൈക്കും പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. പിന്നെ അയൺ ചട്ടിയുടെ ലിങ്ക് ഇടാമോ? ഈ വീഡിയോയിൽ ഞാൻ ഇടാം. ഞാൻ ഒത്തിരി വീഡിയോയിൽ ഞാനത് ഇട്ടിട്ടുണ്ട്. ഈ വീഡിയോയിൽ എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഇടാം. പിന്നെ താജ്മഹൽ പൗഡറിൻ്റെ ലിങ്കും ഞാൻ ഇതിലിടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചോറ് അവിടെ റെഡിയായി വരുന്നുണ്ട്. ഞാൻ വേഗം പോയിട്ട് വാഷിങ്ങിനൊക്കെ ഇട്ടു കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സോയ റെസിപ്പി നോക്കാം അല്ലേ. ഞാനിവിടെ അപ്പുറത്ത് സോയ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ പട്ട, ഗ്രാമ്പു, ഏലക്ക, ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജീരകം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിനി വലുത് ചെറുത് പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. പിന്നെ വലിയുള്ളി ചേർത്ത് കൊടുക്കുക. ഇത് കുറച്ചൊന്ന് വഴറ്റിയിട്ടെടുക്കണം. അതിനുശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ FBയിൽ ഒരുപാട് ഹാർട്ടും സൂപ്പറൊക്കെ പറയുന്നുണ്ട്. സൂപ്പർ വീഡിയോ എത്താ, ബിരിയാണി സൂപ്പർ, ഇടയ്ക്ക് വ്ളോഗിൽ എത്തിയുടെ പാട്ടും ആവാന്ന്. അത് സെറ്റാവില്ല മോളെ. പിന്നെ തക്കാളിയൊക്കെ ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മസാലപ്പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ മസാലപ്പൊടികളായിട്ട് എടുത്തിട്ടുള്ളത് മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, അതുപോലെ നമ്മുടെ മാഗി ക്യൂബും കുറച്ച് ചേർത്ത്
ചേർക്കുന്നുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ജീരകപ്പൊടിയൊക്കെ എടുക്കാം കേട്ടോ. ചിക്കൻ മസാല ചേർക്കുമ്പോൾ നമുക്ക് അതെല്ലാം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വേറെ വേറെ ചേർക്കാത്തത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തിട്ട് ഈ മസാല നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമ്മുടെ സോയ വെന്ത് പിഴിഞ്ഞതാണ് ഞാൻ ഇതിലോട്ട് ആക്കി കൊടുക്കുന്നത്. ഇനി ഉപ്പൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് നന്നായിട്ടങ്ങ് കുക്ക് ചെയ്ത് മസാലയൊക്കെ നല്ല പോലെ കുക്കായി വരുന്ന വരെ ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കുക, എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന വരെ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മസാല റെഡി ആയിട്ട് വരും കേട്ടോ. ഇനി ശേഷം ഞാൻ ആ വീഡിയോ എടുക്കാൻ മറന്നു, അതുണ്ടായത് കേട്ടോ. ആയ ശേഷമുള്ള വീഡിയോ ഞാൻ വിട്ടുപോയിട്ട് എടുക്കാൻ. കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഞാനിത് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. മക്കൾക്ക് കൊടുക്കാനും നമുക്ക് കഴിക്കാനൊക്കെ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇടയ്ക്കൊരു ചേഞ്ച്, ഇഡലി ദോശയ്ക്കൊക്കെ ഒരു മോചനല്ലേ, നല്ലതല്ലേ. അങ്ങനെ ഞാൻ അപ്പുറത്ത് പുട്ടിന് വേണ്ടിയിട്ടുള്ള വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ മാവ് എടുത്തു. അതേപോലെ പുട്ടിൻ്റെ മാവ് കുട്ടികൾക്ക് മാത്രം കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്, ഞങ്ങൾക്കില്ല. കാരണം ഇത് ഞാനിങ്ങനെ മറന്നു പോണേ. ഇത് 2 ദിവസം മുന്നേ അല്ലെങ്കിൽ കുറച്ച് ദിവസം മുന്നേ എടുത്തൊരു വ്ളോഗായിരുന്നു, അതുകൊണ്ട് അങ്ങനെ മറന്നു പോണേ. അല്ലെങ്കിൽ ഞാൻ തലേ ദിവസം വ്ളോഗ് എടുക്കും, അന്ന് രാത്രി വോയിസ് ഓവർ കൊടുത്തിട്ട് നമ്മൾ പിറ്റേ ദിവസം അപ്ലോഡ് ചെയ്യും, ഇങ്ങനെയല്ലേ. അപ്പോൾ സോയ ആയപ്പിന് ഞാൻ കുറച്ച് കസൂരി മേത്തിയൊക്കെ ഇട്ടു, ഇച്ചിരി സോയാ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പ്രത്യേക ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ്. നന്നായി ഇളക്കിയെടുത്തു. അയാൻ പറഞ്ഞു അവനക്ക് സ്കൂളിലേക്ക് മതി എന്നാണ് കേട്ടോ പറഞ്ഞത്, സോയയും പുട്ടും. പക്ഷെ ഞാൻ ശരി, വേറെ കറിയൊന്നുമില്ലല്ലോ, അവനക്ക് പഴം കൂട്ടി കഴിക്കാനും ഇഷ്ടമാണ്. പക്ഷെ ഞാനിങ്ങനെ എടുത്തിട്ട് രണ്ടാൾക്കും ഇങ്ങനെ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ സ്കൂളിലേക്കും ഇതുപോലെ തന്നെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവനക്ക് പിന്നെ എത്ര ബ്രേക്ക്ഫാസ്റ്റ് എത്ര കുറവുണ്ടാക്കിയാലും അവനക്ക് അതിന് കുറച്ച് മാറ്റാനുണ്ടാവും കേട്ടോ. എന്നത്തെയും പോലെ നമ്മൾ ചോറൊക്കെ ഒന്ന് ഊറ്റിയെടുക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെയാട്ടോ ചോറ് ഊറ്റിയിട്ട് എടുക്കാറ്, ചോറിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച്. ഇന്നിപ്പോൾ കുറച്ച് ചോറേ ഞാൻ വെച്ചിട്ടുള്ളൂ. അതിന് അരി ഉഴുന്ന് ആട്ടാനും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത് തീരും. പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് വേറെ വയ്ക്കണം വിചാരിച്ചിട്ടാണ് ഞാൻ രാവിലെ ഇച്ചിരി വെച്ചത്. കുട്ടികൾക്കും ആക്കി കൊടുക്കാനും കൂടിയാണ്. ഞാൻ ദോശയ്ക്കും ഇഡലിക്കൊക്കെ ആട്ടുമ്പോൾ കുറച്ച് ചോറും ചേർക്കാറുണ്ട്, നല്ല മയം വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബാറ്റർ ഞാൻ കാണിച്ചിട്ടുണ്ട്, ഇനി എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ ചെയ്യുകയാണെങ്കിൽ അതിലും കാണിക്കാം കേട്ടോ. അങ്ങനെ കുട്ടികൾക്കുള്ള ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ വേഗം വേഗം റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മുടെ FBയിൽ ഇതാ കുറേ പേര് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിച്ച് അങ്ങനത്തെ കമൻസ് ഒക്കെ ഉണ്ട്. ബിഗ് കമൻസ് ഒന്നും കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ നേരെ നമ്മുടെ യൂട്യൂബിലോട്ട് തന്നെ പോവാം അല്ലേ. ഇവിടെ എന്താണ് നോക്കട്ടെ കേട്ടോ. പിന്നെ നമ്മൾ കുറേ വായിച്ച സാധനങ്ങളാണ് ഇതിലുള്ളത്. ചീരയുടെ ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ആ ചീര കണ്ടപ്പോൾ ഭയങ്കര പേടി തോന്നിയോണ്ടാണ് ഞാനത് മേടിക്കാണ്ടിരുന്നത്. ഇപ്പൊ തോന്നുക മേടിച്ചാൽ മതിയായിരുന്നു എന്നുള്ളത് കേട്ടോ. പിന്നെ വേഗം ഞാൻ ലഞ്ച് ബോക്സ് ഒക്കെ പാക്ക് ചെയ്തിട്ട് പിള്ളേരെ അങ്ങ് പറഞ്ഞയക്കുകയാണ് കേട്ടോ. ഓക്കെ ബൈ. അങ്ങനെ അവരെല്ലാം പോയ ശേഷം ഞാൻ വേഗം വീടിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ, എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പേ അടിച്ചു വാരി എടുത്താൽ ഒരു എന്തോ ഒരു സന്തോഷം പോലെയാണ്. ചില സമയത്ത് ഞാൻ ഓവറായിട്ട് ക്ലീനിങ് ഉണ്ടെങ്കിൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് തന്നെ ഉള്ളൂ കേട്ടോ നിൽക്കാറുള്ളൂ. അങ്ങനെ വേഗം നമ്മൾ സെറ്റിയൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി, എന്നും ഞാൻ സെറ്റി തട്ടിക്കൊട്ടാറുണ്ട്, അത് ഒരു റൊട്ടീനായിപ്പോയി. പിന്നെ ടേബിളൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ച് ഇനി നമുക്ക് വേഗം ക്ലീനിങ്ങിലോട്ടൊക്കെ കിടക്കാം കേട്ടോ. പിന്നെ പത്തിരി ഞാൻ എത്ര ഉണ്ടാക്കിയാലും നന്നായിരിക്കില്ല, മെന വരൂല എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളുടെ ചിരി സൂപ്പറാ, എന്താ എഴുതുന്നേ? പഞ്ചസാര, ഉള്ളി, തക്കാളി, മുളക്. ഇക്ക വന്നു വില്ലേജ് പാവം. എന്താ ഉദ്ദേശിച്ച ഈ വില്ലേജ് പാവെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, എന്തായാലും എന്താ പറയുക, നമ്മൾ ലിസ്റ്റ് എഴുതുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയല്ലേ എഴുതുക. നമുക്ക് തക്കാളിയും ഉള്ളിയൊക്കെ തന്നെയല്ലേ അത്യാവശ്യമുള്ളത് അടുക്കളയിലോട്ട്. പിന്നെ ഞാൻ കഴിച്ചിട്ടുണ്ട്, നല്ല രുചിയാണ് ഇൻഷാല്ല. നമ്മുടെ മീൻകറിക്ക് നല്ലൊരു പോസിറ്റീവ് കമൻറ്റ് വന്നപ്പം
കുറേ പോസിറ്റീവ് കമൻറ്റ് വന്നു. എനിക്കത് ഭയങ്കര സന്തോഷമായിട്ടോ. ഞാൻ വേഗം ഒന്ന് അടിച്ചു വാരി എടുക്കുന്നുണ്ട്. ഈ ഭാഗവും എല്ലാ ഭാഗവും ഒന്ന് അടിച്ചു വാരി എടുത്ത ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ പോകാം കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ ഫേസ്ബുക്കിൽ കാണാറുണ്ട്. എൻ്റെ വീഡിയോ ഫേസ്ബുക്കിലും യൂട്യൂബിലും കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. 2 പ്ലാറ്റ്ഫോമിലും കാണുന്നുണ്ട് എന്ന് പറയുമ്പം നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ തലേ ദിവസത്തെ കുറച്ച് ദോശമാവ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതിൽ കുറച്ചെടുത്തിട്ട് അരച്ചിട്ട് ഞാൻ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാറുണ്ട്. കാരണം നമ്മൾ തലേ ദിവസത്തെ പറയുമ്പോൾ കുറച്ച് പുളിച്ച മാവായിരിക്കുമല്ലോ, അതിലോട്ട് ഇത് മിക്സ് ചെയ്യുമ്പോൾ കുഴപ്പം തോന്നാറില്ല, ഫ്രഷ് ആയിട്ട് തന്നെ തോന്നും. അപ്പം ഞാൻ ചില സമയത്ത് മാവ് തികയാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വാഷിങ് കഴിഞ്ഞതിൻ്റെ തുണികളൊക്കെ ബക്കറ്റിലോട്ട് ഇട്ടിട്ട് നെക്സ്റ്റ് വാഷിങ്ങിൻ്റെ തുണി അതിലിട്ടിട്ട് ഞാൻ സോപ്പും വാഷിംഗ് ലിക്വിഡൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് അവിടെ കിടന്ന് സെറ്റാവട്ടെ. പിന്നെ വേഗം പോയി സാമ്പാർ ചൂടാക്കാൻ വേണ്ടി വെച്ചു. മുളക് ചട്നി ഉണ്ടാക്കണം കേട്ടോ. ഉപ്പാക്ക് സാധാരണ ചട്നിനെക്കാട്ടിലും എപ്പോഴും ഫേവറേറ്റ് പച്ചമുളകും ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ള ചട്നിയാണ് കേട്ടോ. ചെറിയ ഉള്ളി എടുക്കണ്ടേ. പിന്നെ ഞാൻ അപ്പം തന്നെ യൂസ് ചെയ്യണോണ്ട് ഞാൻ വലിയ ഉള്ളി എടുക്കാറാണ് കേട്ടോ പതിവ്. അങ്ങനെ പഴയ മാവും പുതിയ മാവും കൂടെ ഒന്നിച്ചാക്കി ഞാൻ അതിനൊന്ന് റോസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. ഞാൻ എല്ലാം കൂടെ ഇതിലോട്ട് കൊട്ടുന്നില്ല, ആവശ്യമുള്ളത് മാത്രം കേട്ടോ. കാരണം ഇത് ഇന്നത്തോടെ ഈ ഒരു മോർണിംഗ് എടുത്തോടെ തീർക്കണം വിചാരിച്ചിട്ട് കുറച്ച് മാവ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ വേഗം പോയിട്ട് മുളക് ചട്നിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കണം. അതേപോലെ എന്നോട് എത്ര കിലോ ബിരിയാണി പോട്ടാണ്, വില എത്രയാണ് എന്നൊക്കെ ചോദിച്ചിട്ട് എൻ്റെ ബിരിയാണി പോട്ടിൻ്റെ വീഡിയോ കണ്ടിട്ടായിരിക്കും. അതിൽ ഞാൻ 4 കിലോ വരെ വെച്ചിട്ടുണ്ട്. പിന്നെ വില എനിക്കത് ഓഫറിൽ കിട്ടിയതാണ്, 2000 രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത്. നല്ല പോട്ടാണ്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയിട്ടാ. ശരിക്കും പറഞ്ഞാൽ ആ വ്യക്തി ഈ വ്ലോഗ് കാണുന്നുണ്ടെങ്കിൽ നന്നായിരുന്നു. ഞാൻ പലപ്പോഴും വ്ലോഗിലാണ് ആൻസർ കൊടുക്കാറുള്ളത് എന്നുള്ളത് ഞാൻ പറയാറുണ്ട്. പിന്നെ അവർ കാണോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ദോശയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ ഉമ്മയും ഉപ്പയും വരാൻ പോണേയുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റത്തെ ദോശ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇരുന്ന് കഴിച്ചു കേട്ടോ. പിന്നെ എല്ലാ വീഡിയോസിലും അങ്ങനെ ഉൾപ്പെടുത്തണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ വേഗം കഴിച്ചിട്ട് ഇനി ഉമ്മാക്കും ഉപ്പാക്കൊക്കെ കഴിക്കാൻ കൊടുത്ത ശേഷമാണ് കേട്ടോ ഞാൻ വേഗം പോയി സിറ്റൗട്ടൊക്കെ ഒന്ന് അടിച്ചു വാരിയൊക്കെ എടുക്കുന്നത്. സിറ്റൗട്ടൊക്കെ കഴുകണം ഇൻഷാല്ലാ ഒരു ദിവസം. പിന്നെ ഞാൻ ചവിട്ടി ഇനിയിപ്പോൾ മാറ്റാന്നുള്ളൊരു പ്ലാനാണ്. അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ ഇട്ടേക്കുന്നത്. ബാക്കിലോട്ട് എടുക്കുകയാണെങ്കിൽ പിന്നെ അതെന്തായാലും കഴുകിയിട്ട് തന്നെ യൂസ് ചെയ്യണം കേട്ടോ, അത് വേറെ കാര്യം. അങ്ങനെ വേഗം സിറ്റൗട്ടൊക്കെ ഒന്ന് അടിച്ചു വാരി എടുത്ത ശേഷം ചായ വെക്കാൻ പോവാണ്. ഇവിടെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതും വന്നിട്ട് അടിച്ചു വാരി കേട്ടോ. പിന്നെ ഉപ്പ ഇരിക്കാൻ വരുമ്പോൾ ചൂലും കൊണ്ട് വരണ്ട എന്നുള്ള ഒരു ഇതുകൊണ്ടും കൂടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പം ഇരുന്ന് ചായ എല്ലാം കുടിച്ച ശേഷം ചായ കുടിക്കുമ്പോൾ തന്നെ ഉമ്മാക്കും ഒക്കെ വിളിച്ചു. ഇന്ന് നമ്മളെ പാർട്ണർ ഗ്രൂപ്പിൽ ഇങ്ങനെ മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിപ്ലൈയും കാര്യങ്ങളൊക്കെ കൊടുക്കണം. എൻ്റെ ഫോണിലൊരു 10-20 ലൈനെങ്കിലും വീണിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എൻ്റെ ഫോണിൽ എന്ത് വന്നാലും ഇപ്പോൾ അതുപോലെ എനിക്ക് തന്നെ ശരിക്കും കാണാൻ പറ്റുന്നില്ല. കോയമ്പത്തൂരാണ് ഇതിൻ്റെ ഷോറൂം OnePlusൻ്റെ. അപ്പം അങ്ങോട്ട് പോകാനിങ്ങനെ ഇക്കാക്ക് ഫ്രീ ആവുന്ന സമയത്ത് തന്നെ ഉള്ളൂ പോകാൻ പറ്റുക. അതാണ് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ വേഗം പോയി പാത്രങ്ങളൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇനി മുറ്റടിച്ചു വാരണം, അങ്ങനത്തെ പരിപാടി. തൊടി ഒരു ഭാഗം അടിച്ചു വാരണം, ഒരു ഭാഗം എന്നെ കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ കല്ലും മുള്ളും മണ്ണും ഒക്കെ നിറഞ്ഞ വഴികൾ എന്ന് പറയുന്ന പോലെ കല്ലും സിമെൻറ്റിൻ്റെ സാധനങ്ങളൊക്കെ നിറഞ്ഞ് ഇതാക്കിയ കാരണം എനിക്ക് അടിച്ചു വാരാനൊരു സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് അധികം പോവാറില്ല കേട്ടോ. പണ്ട് എനിക്ക് ആ ഒരു ഭാഗമായിരുന്നു അടിച്ചു വാരാൻ ഭയങ്കര ഇഷ്ടം. പക്ഷേ എനിക്ക് ഇപ്പം ഇപ്പുറത്തെ സൈഡാണ്. എന്നാലും പുല്ല് വരുന്നുണ്ട്, നല്ല പുല്ല് വരുന്നുണ്ട്. ഞാൻ ഈ അടുത്തൊരു റീല് കണ്ടായിരുന്നു കേട്ടോ. അതായത് എത്ര പുല്ലൊക്കെ ആക്കാൻ നമ്മൾ എന്തായാലും ആളെ വിളിക്കുമ്പോൾ നല്ല പോലെ പൈസ ആവുന്നുണ്ട്. എന്നിട്ട് മഴ പെയ്തിട്ട് 2 ആഴ്ച പോലും ക്ലീൻ ആയിട്ട് ഇരിക്കണില്ല. അതേപോലെ തന്നെ കേട്ടോ എൻ്റെ വീട്ടിലത്തെ അവസ്ഥയും. ഒരു മാസം പോലും ഇരിക്കുന്നില്ല. പുല്ല് വരാൻ 2 ആഴ്ച മതി തോന്നുന്നു കേട്ടോ പുല്ല് വരാൻ. ഇതപ്പോൾ മുറ്റം നിറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു മാസമൊക്കെ തട്ടിമുട്ടി അങ്ങനെ പോയിട്ട് പിന്നെ വിളിക്കുക എന്നുള്ളതാണ്. നമ്മൾ ആറ്റുനോട്ട് പച്ചക്കറിയും ചെടികളൊക്കെ കുഴിച്ചിട്ടാൽ ഒന്നും വരൂല അല്ലേ. പുല്ല്
കുഴിച്ചിടേണ്ട ആവശ്യം പോലും ഇല്ല, തനിയെ വന്നോളും. എന്നാൽ അത് നല്ല ഭംഗിയിലൊക്കെ വെട്ടി വിടാൻ പറ്റുമോ? അതുമില്ല. ആകെ കറപിറോ എന്ന് പറഞ്ഞ പോലെയാണ് അത് വരുന്നത്. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി ഞാൻ വേഗം അതിനേക്ക് ഒന്ന് എടുത്ത് വെച്ചു. ഇനി ലഞ്ചും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് എടുക്കണം. ആ വ്ളോഗ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിലാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഇത് പാർട്ട് 1 ആണ് ഡേ ഇൻ മൈ ലൈഫിലെ. പാർട്ട് 2 നാളത്തെ വീഡിയോയിലോ മറ്റന്നാളോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുക. സൺഡേ വ്ളോഗും ഉണ്ട്. അപ്പം ഞാൻ എഡിറ്റിങ് എങ്ങനെയാണ് കഴിയണത് അതിനനുസരിച്ച് ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. അതേപോലെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ അടുക്കളയിലൊന്ന് ക്ലീൻ ചെയ്തിട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉമ്മ തുണികളൊക്കെ കുറച്ച് മടക്കി വെച്ചിരുന്നു, അതിനേക്ക് കൊണ്ടുപോയി ഞാൻ ഉള്ളിൽ വെച്ചു. പിന്നെ വാഷിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനെ ഉമ്മ തുണികൾ തോരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വേഗം വന്ന് ഈ ഭാഗമൊക്കെ ഒന്ന് അടിച്ചു വാരി എടുത്തു. മഴയുള്ള സമയത്ത് നമുക്ക് ഏക ആശ്വാസം ഇതാണ് കേട്ടോ. ഒത്തിരി സ്പേസ് ഉണ്ട് നമുക്ക് തുണികൾ തോരിടാൻ. ഇവിടെ മാത്രമല്ല മുകളിലും ഉണ്ട്. മുകളിൽ നമ്മൾ വളരെ റയറായിട്ട് പോവാറുള്ളൂ കേട്ടോ. ഇവിടെ തികഞ്ഞില്ലെങ്കിൽ മാത്രം പോകുന്ന ഒരു ഏരിയയാണ് എന്താ പറയുക, മുകളിലത്തെ ഭാഗം. പിന്നെ ഇതാ കഴിഞ്ഞു. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വേഗം വേഗം അടിച്ചു വാരി എടുത്ത് പിന്നെ ലഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ലഞ്ചിന് ഞാൻ വലിയ സംഭവമൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് വെച്ചിട്ട് ചില്ലിയും പിന്നെ കറി ഉണ്ടായിരുന്നു. പിന്നെ ഗ്രേവിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്നാൽ ശരി, മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഇപ്പോൾ വരാം. അത്രയൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.